എന്തേ വന്നില്ല നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. മറ്റേ പാട്ട് പോലെ കാത്തിരുന്നു കാത്തിരുന്നു ടണണണണ്ണ ടണണണണ്ണ. വിസ്മയ മോഹൻലാലും കൂടെ സിനിമയിൽ വന്നുകൊണ്ട് ഇനി മലയാള സിനിമയുടെ ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പോകും. പാൻ ഇന്ത്യൻ അല്ലേ, പാൻ ഇൻ്റർനാഷണൽ, പാൻ ആഫ്രിക്കൻ ഒക്കെ പോകും. ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു അത്, ബ്രേക്കിംഗ് ന്യൂസ്. എല്ലാ ന്യൂസ് ചാനലും ഭയങ്കര ബ്രേക്കിംഗ്. മോഹൻലാൽ എന്ന് എൻ്റെ മകൾ അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാണ്ട് വാർത്താ സമ്മേളനം നടത്തി അഭിമാനത്തോടെ ഇങ്ങനെ പോകുന്ന സാധനമൊക്കെ ഉണ്ട്. ഇതിനകത്ത് എന്താണ് ഇത്ര അത്ഭുതം? ഒരത്ഭുതവും ഇല്ല. ഇനി ഇവരുടെ വലിയ പൂപ്പനൊക്കെ കുഴി കിടപ്പുണ്ടെങ്കിൽ അവർ വല്ല അതിനകത്ത് എഴുന്നേറ്റ് വന്നിട്ട് അഭിനയിക്കുവാണെങ്കിൽ അതൊരു അത്ഭുതമായിരിക്കും. പിന്നെ അവരും കൂടെ വരാനുള്ളൂ, വേറെ ആരും ഇല്ല. മകൾ, കൊച്ചുമകൾ, അമ്മ, അപ്പൻ്റെ അപ്പൻ എന്ന് തുടങ്ങിയ സർവ്വ ആൾക്കാർ സിനിമക്കാരാണ്. മലയാള ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇവരുടെ കുടുംബസ്വത്താണ്. വേറെ ആർക്കും അത് അവസരമൊന്നുമില്ല. വാർത്തയാകേണ്ട സംഭവം ഇതിനകത്ത് സാധാരണപ്പെട്ട ആരെങ്കിലും ഒരു നായികയായിട്ടോ നായകനായിട്ടോ വരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇതിൽ വലിയ വാർത്തയാകേണ്ട കാര്യമൊന്നുമില്ല. ബോൺ വിത്ത് ക്രാഫ്റ്റ്, അതാണ് സംഭവം. ഭയങ്കര സ്വന്തമായിട്ട് അഭിനയിച്ച്, സ്വന്തം പിള്ളേരെ അഭിനയിപ്പിച്ച്, സ്വന്തം കുടുംബക്കാരെ അഭിനയിപ്പിച്ച്, സ്വന്തമായിട്ട് സെറ്റ് ചെയ്ത്. അപ്പം ഇവർ സ്വന്തമായിട്ട് കാണട്ടെ. അല്ലെങ്കിലും അഭിപ്രായമൊക്കെ അങ്ങനെയാണ്. മറ്റേ എമ്പുരാൻ കണ്ടിട്ട് മല്ലികാ സുകുമാരൻ കരഞ്ഞു, ഇന്ദ്രിയത്തിന് കുളിര് കോരി എന്നൊക്കെ പറയുന്ന പോലത്തെ സീനായത്. ഇവർ തന്നെ അഭിനയിക്കുന്നു, ഇവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇവർ തന്നെ അഭിപ്രായം പറയുന്നു. ആദ്യത്തെ അഭിപ്രായം ഇവർ തന്നെ പറയും. എന്തുമായി ഇൻഡസ്ട്രി ആയത്.